ഇന്ത്യ ബാംഗ്ലൂരിൽ വെച്ച് നടക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പല പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. F-35 വേഴ്സസ് Su-57 ബാറ്റിൽ നടക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം ഉയർന്നു വന്നപ്പോൾ ഏകദേശം 80-100 അടി ദൂരത്തിൽ ഈ രണ്ട് വിമാനങ്ങളും തൊട്ടടുത്ത് നിൽക്കുന്നത് പോലുള്ള ചിത്രങ്ങൾ പുറത്തു വന്നു. അത് വൈറലാകാൻ തുടങ്ങി. അതേസമയം ഈ ബാറ്റിൽ എത്രത്തോളം പ്രധാനപ്പെട്ടതാണോ അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു ചിത്രവും പുറത്തു വന്നു. Su-30 MKI മറ്റൊരു ഭാഗത്ത് Su-57 ഒരുമിച്ച് നിർത്തിയിരിക്കുന്നത് പോലുള്ള പാർക്കിംഗ് ഇമേജസും പുറത്തു വന്നു. ഇതെല്ലാം വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പോസിറ്റീവായ വാർത്തകൾ എത്രത്തോളം തന്നെയുണ്ടോ അത്രത്തോളം തന്നെ നെഗറ്റീവുമുണ്ട്. ഈ എയ്റോ ഇന്ത്യയിൽ നമ്മുടെ AMCയെ ഒരു വലിയ വീഴ്ച വരുത്തി. കൂടെ മറ്റ് രണ്ട് പ്രധാനപ്പെട്ട വാർത്തകൾ. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. എയ്റോ ഇന്ത്യ 2025 ഇന്ന് ബാംഗ്ലൂരിൽ വെച്ച് നടക്കുകയാണ്. ഏഷ്യൻ കോണ്ടിനെന്റിൽ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇവന്റ്. ലോകത്തിലെ പല മുന്നണി കമ്പനികൾ, അമേരിക്കയുടേത്, റഷ്യയുടേത്, ലോകത്തിലെ പല രാജ്യങ്ങളുടെ കമ്പനികൾ ഇവിടെ സ്റ്റാൾ വെച്ചിട്ടുണ്ടാകും. ഈ ഒരു ഇവന്റ് എന്നത് ഇന്ത്യ അടിസ്ഥാനമാക്കി മാത്രം അല്ല ഉള്ളത്. ഞങ്ങളുടെ പക്കൽ ഈ ഒരു ടെക്നോളജി ഉണ്ട് എന്നത് ലോക രാജ്യങ്ങളെല്ലാം പുറമെ കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇവന്റ്. ഈ സാഹചര്യത്തിൽ 2 ദിവസം മുൻപ് ട്വിറ്ററിൽ ഒരു ഇമേജ് പുറത്തു വന്ന ചില മണിക്കൂറിൽ തന്നെ ഒരുപാട് ലൈക്സ്, റീഷെയർ, അത് വൈറലാകാൻ തുടങ്ങി. അങ്ങനെ എന്ത് ഇമേജ് ആണ് ഇതെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ Su-30 MKIയും റഷ്യയുടെ Su-57 തൊട്ടടുത്ത് നിൽക്കുന്നത് പോലുള്ള ഒരു ചിത്രം പാരലായി പാർക്ക് ചെയ്ത രീതിയിൽ ഒരു ഫ്രെയിമിൽ രണ്ടിനെയും കാണിച്ചിട്ടുണ്ട്. ഇത് വൈറലായി മാറി. Su-30 റഷ്യയുടെ നിർമ്മാണമാണ്, സുഖോയ് കമ്പനി നിർമ്മിച്ചത്. Su-57 റഷ്യയുടേതാണ്, അതും സുഖോയ് നിർമ്മിച്ചതാണ്. അപ്പോ ഈ രണ്ട് വിമാനങ്ങളും ഇന്ത്യൻ വേരിയന്റും റഷ്യയുടെ 5th ജെൻ എയർക്രാഫ്റ്റും അടുത്തടുത്തുള്ളത് എന്തോ ഒന്നിനെ റിസംബിൾ ചെയ്യുന്നത് പോലെ തോന്നി. കാരണം Su-30 MK എന്നത് സൈസിൽ വളരെ വലുതാണ്. Su-57 ഒറ്റയ്ക്ക് നിൽക്കുന്നത് ഒരു പക്ഷെ കണ്ടിട്ടുണ്ടാകും. അത് മറ്റൊരു വിമാനവുമായി കമ്പയർ ചെയ്യുന്ന രീതിയിൽ ഒരു ഫ്രെയിം ഇതുവരെയും കണ്ടിട്ടുണ്ടാകില്ല. ഇവ രണ്ടും വിഷ്വലായി കാണുമ്പോൾ അതിന്റെ സൈസ് ഡിഫറൻസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. Su-30 Su-57നേക്കാൾ സൈസ് വളരെ കൂടുതലാണ്. കാരണം അത് ഒരു 4th ജെൻ ആണ്, 4.5 ജനറേഷൻ ഫൈറ്റർ ജെറ്റ് ആണ്. അതിനെ കൊണ്ട് കൂടുതൽ ഭാരമുള്ള വസ്തുക്കളെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യാൻ സാധിക്കും. എന്നാൽ അതിന്റെ സ്റ്റെൽത്ത് കപ്പാസിറ്റി എന്നത് കുറവാണ്. പക്ഷേ Su-57 നോക്കുകയാണെങ്കിൽ അത് പ്യുവർലി 5th ജെൻ ഫൈറ്റർ ജെറ്റ് ആണ് എന്ന് റഷ്യ പറയുന്നു. അതുപോലെ സ്റ്റെൽത്ത് ക്യാരക്ടറിസ്റ്റിക്സും അധികമുള്ള ഒരു ഫൈറ്റർ ജെറ്റ് ആണ്. ഇവ രണ്ടും തൊട്ടടുത്ത് നിൽക്കുന്നത് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കിയാൽ നാളെ ഇതുപോലൊരു സിനാരിയോ നമ്മുടെ ഇന്ത്യക്കും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ഒഫീഷ്യലായി ഒരേ റൺവേയിൽ Su-30 MKയും Su-57 ഇന്ത്യക്ക് വേണ്ടി ആകാശത്തിൽ പറക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിൽ Su-30യും Su-57 നമ്മൾ ഒരുമിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന ടെക്നോളജിക്കൽ ഫംഗ്ഷൻസും വളരെ അധികമായിരിക്കും. കാരണം Su-57നെ സംബന്ധിച്ച് ഒഫൻസീവിനും ഡിഫൻസീവ് പ്ലാറ്റ്ഫോമിലും ഉപയോഗിക്കാൻ സാധിക്കും. F-35യുമായി കമ്പയർ ചെയ്യുമ്പോൾ F-35നെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത ചില മിഷൻസ് പോലും, അതായത് കൂടുതൽ എമിനേഷൻസ് കൊണ്ടുപോകുക, എയർ ഡിഫൻസ് സിസ്റ്റം നെറ്റ്വർക്കുമായി കണക്ട് ചെയ്ത് ഉപയോഗിക്കുക, S-400മായി കണക്ട് ചെയ്ത് ഉപയോഗിക്കുക, ഇങ്ങനെ മറ്റു ചില കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്നത് വളരെ വളരെ അധികമാണ്. ഇതിന്റെ കൂടെ തന്നെ മറ്റൊരു കാര്യം പറയേണ്ടത് ഇന്ത്യയുടെ അസ്ത്ര മിസൈൽസ് മാർക്ക് 4 ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. പൊതുവെ എയർ ടു എയർ മിസൈൽസ് അല്ലെങ്കിൽ BVR മിസൈൽസിലെല്ലാം പ്രധാനപ്പെട്ട 3 ടെക്നോളജീസ് ഉപയോഗിച്ചിട്ടുണ്ടാകും. ഒന്നാമത്തേത് SFDR എന്ന് പറയുന്ന സോളിഡ് ഫ്യൂൽ ഡക്ടർ റാംജെറ്റ് എഞ്ചിൻസ്, മറ്റൊന്ന് ഡബിൾ പൾസ് റോക്കറ്റ് എഞ്ചിൻ, ട്രിപ്പിൾ പൾസ് റോക്കറ്റ് എഞ്ചിൻ. ഇവ 3 ഉപയോഗിക്കും. ഉദാഹരണത്തിന് പറയണമെങ്കിൽ റഷ്യയുടെ R-37 മിസൈൽ, നമ്മുടെ ഇന്ത്യയിലുള്ള ആസ്ത്ര മാർക്ക് 3 വേരിയന്റ്, ഇവയിലെല്ലാം SFDR സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊരു എയർ ടു എയർ റാംജെറ്റ് എഞ്ചിൻ പോലെയാണ്. ഏകദേശം ബ്രഹ്മോസിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു കോൺസെപ്റ്റിൽ അതിന്റെ ഒരു മിനിയേച്ചർ വേർഷൻ എന്ന് പറയാം. ഇത് ആ മിസൈലിന്റെ വേഗതയെയും അതിനുള്ളിലെ ഇന്ധനം വളരെ കുറച്ചു മാത്രം ഉപയോഗിച്ച് കൂടുതൽ ദൂരത്തേക്ക് കൊണ്ടുപോകാനും ഈ സാങ്കേതിക വിദ്യ സഹായിക്കും. എന്നാൽ നമ്മളിപ്പോൾ ആസ്ത്ര മാർക്ക് 4ൽ ഇതിനെ മാറ്റാൻ പോകുന്നതായി പറഞ്ഞിട്ടുണ്ട്. ഈ SFDR സാങ്കേതിക വിദ്യ മാറ്റി ട്രിപ്പിൾ പൾസ് റോക്കറ്റ് എഞ്ചിൻ ഇതിൽ ഉപയോഗിക്കാൻ പോകുന്നു. ഈ ട്രിപ്പിൾ പൾസ് റോക്കറ്റ് എഞ്ചിൻ എന്താണ്, ഇതിനും എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ ഇത് 3 ഫേസസിലായിട്ടുള്ള എഞ്ചിനാണ്. ബൂസ്റ്റ് ഫേസ് ഉണ്ടായിരിക്കും, മിഡ് കോർ ഫേസ്, ടെർമിനൽ ഫേസ്. ഇതിൽ ഈ ടെർമിനൽ ഫേസിൽ വാർഹെഡിന്റെ അക്യുറസി വളരെ അധികമായിരിക്കും. കാരണം ഇലക്ട്രോ ഓപ്റ്റിക്കൽ സെൻസേഴ്സ് വഴിയും ആക്റ്റീവ് റേഡാർ ഹോമിംഗ് വഴിയും
ഈ ഒരു മിസൈലിനെ കൊണ്ട് ശത്രുക്കളുടെ വിമാനങ്ങളെ ചെന്ന് ആക്രമിക്കാൻ സാധിക്കും. ഇത് SFDR സാങ്കേതിക വിദ്യയേക്കാൾ എഫിഷ്യന്റ് ആണ്. കൂടാതെ ഇതിനും ചില സെറ്റ് ഓഫ് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഇതിന്റെ ചിലവ് വളരെ കുറവാണ്. കാരണം ഇതിനകം കണ്ട SFDR സാങ്കേതിക വിദ്യയിലെ ഒരു എഞ്ചിൻ വാങ്ങുന്ന തുക ഉപയോഗിച്ച് നമുക്കിതിലെ 2 എഞ്ചിൻ വാങ്ങാൻ സാധിക്കും. കോസ്റ്റ് മാത്രം അല്ല, ഫ്യൂവൽ എഫിഷ്യൻസിയും ഇവിടെ വളരെ നല്ലതാണ്. ഉള്ളതിൽ കൂടുതൽ മെനുവർ ചെയ്യുന്ന ഒരു എഞ്ചിന് നമുക്കിതിനെ മാറ്റാൻ സാധിക്കും. അപ്പോ ഈ അസ്ത്ര മാർക്ക് 4 വേരിയന്റിനെ സംബന്ധിച്ച് ലോകത്തിലുള്ള കൂടുതൽ രാജ്യങ്ങൾ ഇപ്പോ ഇസ്രായേലിന്റെ പൈത്തോൺ മിസൈൽസ്, അല്ലെങ്കിൽ ഇസ്രായേൽ അടുത്തതായി അതിനവീനമായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ലാറ മിസൈൽസ്, റഷ്യയുടെ മറ്റു ചില മിസൈൽസ്, ഇവയിലെല്ലാം ഈ ഒരു ടെക്നോളജിയാണ്, ട്രിപ്പിൾ പൾസ് റോക്കറ്റ് എഞ്ചിനാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അതിനായിട്ടുള്ള അറിയിപ്പുകളും അവർ നൽകിയിട്ടുണ്ട്. അപ്പോ അടുത്ത ഘട്ട റേസിൽ നമ്മുടെ മിസൈൽസും വരണമെങ്കിൽ നമ്മളും ഇതുപോലൊരു സാങ്കേതിക വിദ്യ ഉപയോഗിക്കണം. മാത്രവുമല്ല, ആ എഞ്ചിനുമായി കമ്പയർ ചെയ്യുമ്പോൾ വാലിഡായി നമുക്ക് ഒരു പോയിന്റ് കൂടെ എടുത്തു കാണിക്കാൻ സാധിക്കും. റാംജെറ്റിനെ കുറിച്ച് പറഞ്ഞല്ലോ, അതിനേക്കാൾ 1.5 മടങ്ങ് വേഗതയിൽ, അതായത് ശബ്ദത്തിന്റെ വേഗതയേക്കാൾ ഈ ഒരു എഞ്ചിനെ കൊണ്ട് സഞ്ചരിക്കാൻ സാധിക്കും. ഇത് ഇതിനകം ഹൈപ്പർസോണിക് വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. കാരണം ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈൽസ് എല്ലാം ഹൈപ്പർസോണിക് വേഗതയിൽ നിന്നും അല്പം കൂടുതൽ ദൂരം പോകുന്ന മിസൈൽസ് ആണ്. അങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ നിന്നും 1500 കിലോമീറ്റർ, ഏകദേശം ഒരു 2000 കിലോമീറ്റർ വേഗതയിൽ ഇത് അധികം പോകുമ്പോൾ ശത്രുവിന്റെ മിസൈൽസിനെ കൊണ്ട് ഇതിനെ തടയാനേ സാധിക്കില്ല. അപ്പോ ഇത് നമുക്ക് പ്രധാനപ്പെട്ട ഒരു പോയിന്റായി മാറിയിട്ടുണ്ട്. ഇപ്പോ ഈ 2 കാര്യവും നമ്മുടെ രാജ്യത്തിന് ഒരു നല്ല നേട്ടം തന്നെയാണ്. എന്നാൽ ഇതേ എയ്റോ ഇന്ത്യയിൽ AMCA ഒരു വീഴ്ച വരുത്തി. ഞാനീ പറയുന്ന വാർത്ത ഒരു പക്ഷെ ചിലർക്ക് ദേഷ്യമുണ്ടാക്കിയേക്കാം, പക്ഷെ ഇതാണ് സത്യം. നമ്മൾ എയ്റോ ഇന്ത്യ 2025 നമ്മുടെ ഒരു പുതിയ വേരിയന്റ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയി 2025 വേണ്ടി മാത്രം, അതും ഈ ഒരു ഈവന്റിന് വേണ്ടി മാത്രം നിർമ്മിച്ച ഒരു നെക്സ്റ്റ് ജെൻ വേരിയന്റ്, അത് നമ്മൾ ഡിസ്പ്ലേ ചെയ്യേണ്ടിയിരുന്നതാണ്. 2 ദിവസത്തിന് മുൻപ് ഈ AMCയുടെ മോഡൽ ഇമേജ് പുറത്തു വരികയും ചെയ്തു. അത് വളരെ സ്പെക്കുലേഷൻസ് ഉണ്ടാക്കി. ഇന്ത്യയുടെ ഡിഫൻസ് എൻതൂസിയാസ്റ്റ്, അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിലുള്ള സൈനിക ഗവേഷകർ, സൈനികം സംബന്ധിക്കുന്ന വാർത്തകൾ തിരയുന്നവർ, മിലിറ്ററി ഗവേഷകർ, ഇവർ എല്ലാവരും ഇന്ത്യയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി. എത്രത്തോളമാണോ അവിടെ പ്രതീക്ഷയുണ്ടാക്കിയത്, അത്രത്തോളം തന്നെ അതൊരു തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. കാരണം എയ്റോ ഇന്ത്യ 2025 വയ്ക്കാനിരുന്നത് ഒരു പുതിയ വേരിയന്റ് ആയിരുന്നു. പക്ഷെ അവരോട് വച്ചത് 2020 നിർമ്മിച്ച 1:1 സ്കെയിൽ റേഷ്യോ എന്ന മറ്റൊരു വേരിയന്റ് ആണ് വച്ചത്. ഇവർക്ക് അത് അവസാന സമയത്ത് വയ്ക്കാൻ സാധിച്ചില്ല എങ്കിൽ, അത് ചെറിയ മാറ്റങ്ങൾ വരുത്തി വച്ചു എന്നുണ്ടെങ്കിൽ പോലും അത് എത്ര വലിയ പ്രശ്നം ഉണ്ടാക്കില്ലായിരുന്നു. എന്നാൽ ഇവർ ചെയ്തത് വിഷ്വലി അറിയുന്നത് പോലുള്ള ചില മാറ്റങ്ങൾ അവിടെ വരുത്തി. അതിന്റെ ടെയിൽ വിംഗ് ഡിസൈൻസും അതിന്റെ ഫ്ലിപ്പേഴ്സിലും എക്സ്റ്റേണലായി ചില മോഡിഫിക്കേഷൻസ് ചെയ്തു. അതായത് ഇന്റേണലി അതിന്റെ ഡിസൈൻസ് ഒന്നും മാറ്റാതെ ചെറിയ ചെറിയ രീതിയിൽ ഈ വെട്ടി ഒട്ടിക്കുന്നത് പോലുള്ള ചില കാര്യങ്ങൾ അവിടെ ചെയ്തു. അത് അവർക്ക് തന്നെ ഒരു തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. ഡെവലപ്മെന്റ് ഏജൻസിയിൽ നിന്നും ഇതിനെക്കുറിച്ചുള്ള പ്രോപ്പർ എക്സ്പ്ലനേഷൻ ലഭിച്ചില്ല. എന്നാൽ നമുക്ക് സമയം ഇല്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചതുപോലുള്ള ഒരു മോഡൽ നമുക്കവിടെ ഡിസ്പ്ലേ ചെയ്യാമായിരുന്നു. പക്ഷെ ഇവർ വച്ചതുപോലും അത് പ്രശ്നമല്ല. എന്നാൽ ഈ എയ്റോ ഇന്ത്യ എന്നതൊരു വലിയ ഇവന്റ് ആണ്, ലോകത്തിൽ നടക്കുന്ന വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഇവന്റ്. അങ്ങനെയുള്ള ഒരു ഇവന്റിൽ നമ്മുടെ ഭാഗത്തു നിന്നും നമ്മൾ തന്നെ ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്തു എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് നമുക്ക് നല്ലൊരു ഭാവിയായിരിക്കില്ല നൽകുന്നത്. ഇതെല്ലാം നമ്മൾ എങ്ങനെ തരണം ചെയ്യാൻ പോകുന്നു എന്നേ അറിയില്ല. പക്ഷെ ഇതിനെ ഓവർകം ചെയ്യുന്ന രീതിയിൽ പോസിറ്റീവ് വാർത്തകളും വരുന്നുണ്ട്. നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ ആന്റി ഷിപ്പ് മിസൈൽസ് നമ്മൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്യാൻ പോവുകയാണ്. കൂടാതെ ഇന്ത്യയുടെ ചില പ്രധാനപ്പെട്ട ഡെക് ബേസ്ഡ് ഫൈറ്റർ ജെറ്റ് പ്രോഗ്രാമിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് നമ്മൾ നൽകുന്നുണ്ട്. എന്നാൽ ഇതിന് റഫേൽ കമ്പനിയുടെ പക്കൽ നിന്നും ചില എതിർപ്പുകളും വരുന്നുണ്ട്. ഇങ്ങനെ ഈ പ്രോഗ്രാം തുടങ്ങിയ അന്നു മുതൽ തന്നെ നേട്ടങ്ങളും കോട്ടങ്ങളും സംഭവിക്കുന്നുണ്ട്. എന്തായാലും എയ്റോ ഇന്ത്യ 2025 ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് കാത്തിരിക്കുന്നത്. ഇന്ത്യൻ വിമാനം, അമേരിക്കൻ വിമാനം, റഷ്യൻ വിമാനം, ഇവയെല്ലാം ഒരേ പ്ലാറ്റ്ഫോമിൽ, ഒരു ബേസിൽ, ഒരേ ഒരു റൺവേയിൽ പറക്കാൻ പോവുകയാണ്. ആരൊക്കെയാണോ അത് കാണാനായി പോകുന്നത്, എല്ലാവർക്കും അതൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരിക്കും. ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.